നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ യു.എസ് മാർക്കറ്റിൽ കനത്ത സെൽ ഓഫ് നടന്നു. അതിൻ്റെ ഭാഗമെന്നോണം ഇന്ത്യൻ മാർക്കറ്റിലും വലിയ തോതിൽ സെൽ ഓഫ് നടന്നു. ഏഷ്യൻ മാർക്കറ്റിലും സെൽ ഓഫ് നടന്നു. IT കമ്പനികളാണ് കൂടുതൽ ഇടിയേണ്ടത്. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ഇടിഞ്ഞത് ബാങ്കിങ് കമ്പനികളാണ്. ബാങ്ക് നിഫ്റ്റി ഏകദേശം 1000 പോയിൻ്റ് അടുത്ത് ഇടിവ് രേഖപ്പെടുത്തി. അവസാന സമയത്ത് കുറച്ചധികം റിക്കവറി രേഖപ്പെടുത്തി. പ്രധാനമായിട്ടും ഈ ഗോൾഡ്മാൻ സാക്ക് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി, അതുപോലെ തന്നെ മോർഗൻ സ്റ്റാൻലി എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി, ഈ രണ്ട് റേറ്റിംഗ് ഏജൻസിയും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികൾ ഇന്ത്യൻ ബാങ്കിങ് കമ്പനികളെ കുറച്ച് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ മോർഗൻ സ്റ്റാൻലി ഒരു പർട്ടിക്കുലർ ബാങ്കിനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടില്ല, ബാങ്കുകളിൽ കുറച്ച് സെലക്റ്റീവ് ആവണമെന്നൊരു അഭിപ്രായപ്പെട്ടു. എന്നാൽ ഗോൾഡ്മാൻ സാക്ക് അതല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായിട്ടുള്ള SBIനെ ഡൗൺഗ്രേഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം PSU സെക്ടറും ബാങ്കിങ് സെക്ടറും എല്ലാം തന്നെ കനത്ത ഒരു ഇടിവ് രേഖപ്പെടുത്തി. എങ്കിലും FISൻ്റെ ഭാഗത്തു നിന്നുള്ള സെല്ലിംഗ് ഫിഗർ അത്ര ഹ്യൂജ് ഫിഗറൊന്നുമല്ല. 621 കോടി രൂപയാണ് കഴിഞ്ഞ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ 2 ദിവസം മാത്രമാണ് അവർ സെല്ല് നടത്തിയിട്ടുള്ളൂ. തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അവർ ബൈങ്ങിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. DIs 2000 കോടി രൂപയ്ക്ക് മുകളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ബൈയിങ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ റീറ്റെയിലേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പാനിക് സെല്ലിംഗ് ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും US മാർക്കറ്റ് ഇടിയുകയും വീണ്ടും യൂറോപ്യൻ മാർക്കറ്റ് ഇടിയുകയും അതുവഴി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റിന് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സും അതുവഴി നിഫ്റ്റി 100ഓളം പോയിൻറ്റിന് മുകളിൽ ഒരു ഗ്യാപ്പ് ഡൗൺ എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ക്യാഷ് മാർക്കറ്റിൽ FIS 621 കോടി രൂപയാണ്. അതുപോലെ തന്നെയാണ് ഇൻഡെക്സ് ഫ്യൂച്ചറിലും അവർ വലിയ തോതിൽ ഷോർട്ട് പൊസിഷൻ ആഡ് ചെയ്തിട്ടില്ല. ചാർട്ട് കാണാം. 32% നിന്ന് 35% ഷോർട്ട് പൊസിഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ഗ്രീൻ കളർ പോലെ കാണുന്നത് ലോങ് പൊസിഷനാണ്. അത് സ്വാഭാവികമായ രീതിയിൽ കുറഞ്ഞു വന്നു. 68 ഉണ്ടായിരുന്നത് 65 കുറഞ്ഞു വന്നിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബിറ്റ്കോയിൻ 54,000 ഏറ്റവും ടോപ്പിൽ, ബ്രന്റ് ഓയിൽ അതിന് താഴെ 71, അതിന് താഴെ ഗോൾഡ് ഒന്ന് ഇടിഞ്ഞ് $2,497 പെർ ഔൺസ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന S&P AX 200 ഓസ്ട്രേലിയ റെഡിലാണ്, ഷാങ്ഹായ് ചൈന റെഡിലാണ്, കോസ്പി കൊറിയ റെഡിലാണ്, നിക്കി ജപ്പാൻ മാർക്കറ്റ് 1139 പോയിൻറ്റിൻ്റെ ഇടിവിലാണ്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ എന്നാൽ ഫർദറായിട്ട് ഫോൾ ആവാതെ ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് ഇപ്പോൾ നിൽക്കുന്നത് 15.21 കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസായ യൂറോപ്യൻ US മാർക്കറ്റുകളാണ് എല്ലാം താഴെ കാണുന്നത്. അതെല്ലാം തന്നെ നെഗറ്റീവാണ്. കൂടാതെ തന്നെ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിലെ ഇൻഫോസിസും വിപ്രോയും ICICയും HDFCയും ഡോക്ടർ റെഡ്ഡിയും റിലയൻസും എല്ലാം തന്നെ കനത്ത ഇടിവിൽ തന്നെയാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത്. ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ബാങ്ക് എക്സിൻ്റെ എക്സ്പയറി ആണല്ലോ. BSEയിലുള്ള ബാങ്കിങ് കമ്പനികളുടെ സൂചികയാണ് ബാങ്ക് എക്സ് എന്ന് പറയുന്നത്. അതിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഏത് വരെയാണ് ബാങ്ക് എക്സ് പോകാൻ സാധ്യതയില്ലാത്തത് എന്നുള്ളതാണ് ആ ഒരു റെഡ് ബാറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കോള് ഷോർട്ട് ചെയ്തു എന്നുള്ളതാണ് അർത്ഥം. അതുപോലെ തന്നെ ഗ്രീൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ഇടിയാൻ സാധ്യതയില്ലാത്ത ലെവലുകളാണ്. നമുക്കറിയാം പല ആളുകൾക്കും പല വ്യൂസ് ആയിരിക്കും, പല റേഞ്ചുകളായിരിക്കും. ഓരോ ആളുകൾ എടുക്കുന്ന റിസ്ക് അനുസരിച്ചാണ് ഓരോ ആളുകളുടെ റിവാർഡ് ഓപ്ഷനിൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പൊതുവേ കൂടുതൽ ആളുകൾ പറയുന്നത് മാർക്കറ്റ് 58,000 മുകളിൽ പോകാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലാണ്. 58,000 വലിയ ഒരു ലോങ് ബാർ കാണാം. അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ ഈ മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ സാധ്യതയില്ല എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ PCR 0.5 ആയിട്ട് കാണാൻ സാധിക്കും. പുട്ട് കോൾ റേഷ്യോ ആണ് PCR. പുട്ട് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അറ്റ് ദ മണി മുതൽ താഴേക്ക് ഉണ്ട് എങ്കിൽ കൂടി അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു കാര്യമല്ല. ഞാൻ ഇത്ര വിശദമായിട്ട് പറയാൻ കാരണം എന്താണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് ആളുകൾ എല്ലാ ദിവസവും കമൻറ്റ് ചെയ്യാറുണ്ട്. ഈ ഓപ്പൺ ഇൻട്രസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാ ആളുകൾക്കും ബാധകമാണ് കേട്ടോ. ഇതിപ്പോൾ ഇൻട്രാഡേ ചെയ്യുന്ന ആളുകൾക്കും സ്വിംഗ് ട്രേഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും എല്ലാം തന്നെ ബാധകമാണ് ഈ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ്. ഓപ്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പല കാര്യങ്ങളും
അത് ഓപ്ഷനിൽ ആളുകൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് മറ്റുള്ള സെഗ്മെൻറ്റിലുള്ള ആളുകൾക്കും ഈ ഡേറ്റാസ് എല്ലാം തന്നെ വേണ്ടത്. ഇനി സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. മസഡോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനിയാണ്. കഴിഞ്ഞ കുറേ ആളുകൾക്ക് വളരെയധികം പ്രിയങ്കരനായിട്ടുള്ളൊരു സ്റ്റോക്കായിരുന്നു. അതിൻ്റെ അത്യുന്നതയിൽ എത്തിയപ്പോൾ സ്റ്റോക്ക് ഫോൾ ആയപ്പോൾ ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ വീണ്ടും താഴേക്ക് പോയി സ്റ്റോക്ക്. അപ്പോൾ ഈ കമ്പനിയെ കുറിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവർക്ക് 1489 കോടി രൂപയുടെ ഒരു ഓർഡർ ONGCയുടെ ഭാഗത്ത് നിന്ന് കിട്ടി എന്നുള്ളതാണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ കമ്പനി അവരുടെ ഐസ്ക്രീം ബിസിനസ് വീണ്ടും തുടരാനായിട്ട് ഉള്ള തീരുമാനമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ കമ്പനി എടുക്കുന്നുണ്ട്. ഒല കമ്പനിയുടെ ലോക്കിംഗ് പീരീഡ് 1 മന്ത് ലോക്കിംഗ് പീരീഡ് ഇന്ന് കഴിയുകയാണ്. ലോക്കിംഗ് പീരീഡ് കഴിഞ്ഞു അതിനർത്ഥം കമ്പനിയിൽ സെൽ ഓഫ് ഉണ്ടാകുമെന്നുള്ള അർത്ഥമല്ല. ലോക്കിംഗ് പീരീഡ് കഴിഞ്ഞു അതിനർത്ഥം ആങ്കർ ഇൻവെസ്റ്റേഴ്സിനെല്ലാം തന്നെ സെല്ല് ചെയ്യാനുള്ള ഒരു എലിജിബിലിറ്റി കിട്ടുക എന്ന് മാത്രമാണ് ഉള്ളത്. അവർ ചെയ്തേക്കാം, മേ ബി ഹോൾഡ് ചെയ്തേക്കാം. ഗ്രാനൈറ്റ്സ് ഇന്ത്യ കമ്പനി അവർക്ക് US FDA ഒരു ഇൻസ്പെക്ഷൻ നടത്തിയതിന് ശേഷം 6 നിരീക്ഷണങ്ങളോ ഒബ്സർവേഷൻസ് റൈസ് ചെയ്തിട്ടുണ്ട്. മൊണ്ടെ കാർലോ കമ്പനി ഇവർ സെയിൽഫോഴ്സായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. അയൺ എക്സ്ചേഞ്ച് കമ്പനിക്ക് ഇവർക്ക് 168 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. RBM ഇൻഫ്രാകോൺ കമ്പനിക്ക് 3498 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഡീപ്പ് ഇൻഡസ്ട്രീസ് കമ്പനിക്ക് 1400 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. വാർഡ് വിസാർഡ് കമ്പനിക്ക് സൗദി അറേബ്യയിൽ നിന്ന് ഇലക്ട്രിക്കൽ 3 വീലർ ചെയ്യാനായിട്ടുള്ള ഓർഡർ ലഭിച്ചു. SML ഇസൂസു കമ്പനി പറയുന്നത് ഇവരുടെ ബസ്സുകളുടെ എല്ലാം തന്നെ വില വർദ്ധിപ്പിക്കുകയാണ് എന്നുള്ളതാണ്. സാഗിൾ പ്രീപെയ്ഡ് കമ്പനി ഇവർക്കൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് FCM ട്രാവൽസ് ആയിട്ട് അവർ സൈനപ്പ് ചെയ്തു. നെയ്ബിന് 50 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഓറിയൻ്റൽ റെയിൽ ഇൻഫ്രാ കമ്പനിക്ക് 10 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോഴുള്ള സ്റ്റോക്കുകളുടെ വാർത്തകൾ. നമുക്ക് നമ്മൾ ഈ ഒരാഴ്ചയിൽ ഒരുപാട് ഗ്ലോബൽ ഇവൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ IPO ഡീറ്റെയിൽസ് ഉണ്ട്, ഡിവിഡൻഡ് ഉണ്ട്. അങ്ങനെ ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനും ആവശ്യമായിട്ടുള്ള ഒരു ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ വെബ്സൈറ്റായിട്ടുള്ള bismate.com ട്രേഡ് ബഡി എന്ന ടാബിൽ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂസുകൾ ഷെയർ ചെയ്യുന്ന ഒരു ചെറിയൊരു ടെലഗ്രാം ഗ്രൂപ്പ് നമുക്കുണ്ട്. ന്യൂസുകൾ മാത്രം ഷെയർ ചെയ്യുന്ന ടെലഗ്രാം ഗ്രൂപ്പാണ് നമുക്കുള്ളത്. നമ്മുടെ പേരിൽ വേറെ ഏതെങ്കിലും ഗ്രൂപ്പുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഫേക്കാണ്. നമ്മൾ ന്യൂസ് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യുക. ഈ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ ബ്രൗസർ റീഡയറക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ജോയിൻ ചെയ്യണ്ട. കാരണം നമ്മുടെ ഗ്രൂപ്പാണെന്ന് കരുതി വേറെ ഫേക്ക് ഗ്രൂപ്പിൽ നിങ്ങൾ ഒരിക്കലും ജോയിൻ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ളത്. മാർക്കറ്റിൽ ഇന്ന് ഒരു റിക്കവറി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിക്ഷേപകരെല്ലാം തന്നെ ഒരു മാർക്കറ്റിൽ നിന്ന് മാത്രം റിട്ടേൺ എടുത്ത് ഉപജീവനം നടത്തുന്ന ഒരു ഫുൾ ടൈം ട്രേഡേഴ്സ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡേഴ്സിനൊക്കെ സംബന്ധിച്ച് ഒരു പാനിക് അവസ്ഥയിലാണ്. അതൊക്കെ മാറി മാർക്കറ്റ് റിക്കവറി ആകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് എത്താം. എല്ലാവർക്കും ശുഭദിനം വീണ്ടും നേരുന്നു. താങ്ക് യു.